ഡിറ്റക്റ്റീവ് കിയൻ ദ ഹെഡ്ലെസ് ഹൊറർ വിയറ്റ്നാമിൽ നിന്ന് വന്ന ഒരു പീരിയോഡിക് ഹൊറർ ത്രില്ലർ സിനിമയാണ്. വിക്ടർ വു സംവിധാനം ചെയ്ത ഈ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. 19ാം നൂറ്റാണ്ടിൽ വിയറ്റ്നാമിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നദീതീരത്ത് തലയില്ലാത്ത കുറെ മൃതശരീരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. അതിനിടയ്ക്ക് തന്നെ മൂൺ എന്നൊരു സ്ത്രീയുടെ അനന്തരവളെ കാണാതാവുന്നതും അതന്വേഷിക്കാനായിട്ട് ഡിറ്റക്റ്റീവ് കിയൻ എത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള തരക്കേടില്ലാത്ത ഡീസന്റ് ത്രില്ലർ സിനിമയാണെന്ന് പറയാം. ഹൊററും മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷനും മിക്സ് ചെയ്ത് വരുന്ന കഥയിൽ പടം കണ്ടിരിക്കാൻ പ്രേരിപ്പിക്കുന്ന കുറെ ഘടകങ്ങളും ഉണ്ട്. ആക്ച്വലി അത് മാത്രമല്ല, ഇതിൽ ഡ്രാമ, റൊമാൻസ്, ഹ്യൂമർ എല്ലാം ഉണ്ട്. പക്ഷെ ഒന്നും ഓവർ ആക്കിയിട്ടില്ല. അങ്ങനെ വിയറ്റ്നാമിലെ ഒരു പ്രശസ്ത സംവിധായകനാണ് വിക്ടർ വു. പുള്ളി സംവിധാനം ചെയ്ത 2 പടങ്ങൾക്ക് ഓസ്കറിൽ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം എൻട്രി ലഭിച്ചിട്ടുള്ളതാണ്. പുള്ളി സംവിധാനം ചെയ്ത് 2023 ഇറങ്ങിയ ദ ലാസ്റ്റ് വൈഫ് എന്ന സിനിമയിൽ വന്ന ഒരു ചെറിയ കഥാപാത്രമായിരുന്നു ഡിറ്റക്റ്റീവ് കെൻ എന്നുള്ളത്. ആ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത് ലീഡ് റോളിൽ എഴുതിയ ഒരു സ്പിൻ ഓഫ് ആണ് ഈ സിനിമ എന്ന് പറയാം. ദ ലേക്ക് വെഞ്ചൻസ് എന്ന നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. ഈ വർഷം വിയറ്റ്നാമിലെ ഏറ്റവും പണം വാരിയ സിനിമകളിൽ ഒന്നായിരുന്നു ഇത്. നല്ല ലൊക്കേഷൻ, ക്യാമറ, ഡീസന്റ് ആയിട്ടുള്ള മേക്കിംഗ് ഒക്കെ പടത്തിന്റെ പോസിറ്റീവ്സ് ആണ്. പടം ഇങ്ങനെ അവസാനം കൊണ്ട് നിർത്തിയത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഡിറ്റക്റ്റീവ് കെന്നായിട്ട് ക്യോക് ഹ്യൂയ് എന്ന നടനാണ് വന്നിട്ടുള്ളത്. മിസ് മൂൺ എന്ന കഥാപാത്രമായിട്ട് ഡിൻ മോക് ഡിയപ്പുമാണ് വന്നത്. 7 അടി 2 ഇഞ്ച് കണ്ട് ഉയരമുള്ള ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണ് ഇതിലെ മോൺസ്റ്റർ ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ വായിച്ചത്. 6 മണിക്കൂറോളം ഇതിന്റെ മേക്കപ്പിന് തന്നെ ആ ക്യാരക്ടർ ചെയ്യാനായിട്ട് പുള്ളിക്ക് ചെലവായി എന്നും കേട്ടായിരുന്നു. വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ സിനിമയിലുള്ളൂ. പക്ഷെ ഉള്ളവർക്കൊക്കെ അത്യാവശ്യം നല്ല പ്രാധാന്യമുണ്ട്. ടെക്നിക്കൽ സൈഡിൽ ഇതിന്റെ ക്യാമറയും ലൊക്കേഷനും തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. ഭയങ്കര രസമാണ് ആ സ്ഥലം കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. കുറെയൊക്കെ നമ്മുടെ കേരളവുമായിട്ട് സാമ്യം തോന്നുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ്. വിയറ്റ്നാമിലെ നോർത്തേൺ അപ്ലാൻസ് റീജിയനിലെ പർവ്വതനിരകളിലാണ് ഈ പടം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനും മികച്ചതാണ്. പീരിയോഡിക് സിനിമ ആയതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിലെ വിയറ്റ്നാമിലെ ആളുകളുടെ കോസ്റ്റ്യൂംസ് ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊക്കെ രസമുണ്ടായിരുന്നു കണ്ടിരിക്കാനായിട്ട്. സോ ടെക്നിക്കൽ സൈഡിൽ ഈ പടം ഡീസന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിന്റെ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ അഭിനയത്തിലാണെങ്കിലും മൊത്തം ഇതിന്റെ ഒരു സെറ്റപ്പ്, ഒരു എക്സിക്യൂഷനിലൊക്കെ കുറച്ച് നാടകീയത ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ കാലഘട്ടം പഴയതായതുകൊണ്ട് അത്തരത്തിൽ മനഃപൂർവ്വം ചെയ്താണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും പടത്തിന്റെ തുടക്കത്തിലേക്ക് അത് വളരെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ തുടക്കത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കാണാതെ പോയ മകളെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ കുട്ടിയുടെ അച്ഛന്റെ മുഖത്തൊക്കെ വലിയ സങ്കടമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ അത് പിന്നീട് ജസ്റ്റിഫൈ ചെയ്ത് വരുന്നത് കൊണ്ട് വലിയ പ്രശ്നം തോന്നിയില്ല. പിന്നെ ഒരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ ഒന്നും ഇതിൽ ആരോടും ഫീൽ ചെയ്തില്ല എന്നുള്ളത് പടത്തിന്റെ പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ആകെ മൊത്തത്തിൽ ഒരു ഓക്കേയിഷ് വൺ ടൈം വാച്ചബിൾ ഡീസന്റ് ഹൊറർ മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് ഡിറ്റക്റ്റീവ് കിയൻ ദ ഹെഡ്ലെസ് ഹൊറർ. ഇൻവെസ്റ്റിഗേഷൻസ് ഉള്ള പ്രേമികൾക്കും ഹൊറർ പ്രേമികൾക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സിനിമയാണ്. കണ്ടു നിങ്ങൾക്ക് അങ്ങനെ നഷ്ടമൊന്നും തോന്നില്ല. പടം ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്. പക്ഷേ ഇന്ത്യയിൽ തൽക്കാലം മെയിൻ പ്ലാറ്റ്ഫോമിലൊന്നും വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കാണാൻ പറ്റും. വിയറ്റ്നാമീസ് ഭാഷയിൽ മാത്രമേ തൽക്കാലം അവൈലബിൾ ആയിട്ടുള്ളൂ. വേറെ ഡബിംഗ് ഒന്നും ഇല്ല. ഇന്ത്യൻ ഭാഷകളൊന്നും തന്നെ ഇല്ല. മലയാളം സബ് ടൈറ്റിൽ ഇറങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ തന്നെ നമ്മൾ തപ്പിപ്പിടിച്ച് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്തതിന്റെ കൂടെ കണ്ടുവരും. 2 മണിക്കൂർ 10 മിനിറ്റ് ആണ് ഇതിന്റെ ദൈർഘ്യം. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.